ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിനെ കാണാൻ നിധി ഗൗതമിൻ്റെ ഓഫീസിലെത്തിയ ശേഷം സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ലാബ് തുടങ്ങുന്നതിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാനാണ് വന്നത്. അതുകൊണ്ട് ഗൗതം സാറിന് ഇഷ്ടമുള്ള ഒരു തുക എഴുതി തന്ന് സഹായിക്കണം എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കാണ്, നിധിക്ക് എത്രയാണ് വേണ്ടത്? അത് ഞാൻ പറയില്ല സാർ, സാറിന് ഇഷ്ടമുള്ളത് തന്നാൽ മതി. സാറിൻ്റെ നല്ല മനസ്സുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ആവശ്യത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഒരു തുക പറയുന്നത് ശരിയല്ലല്ലോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയല്ലല്ലോ. സാറ് തരുന്നുണ്ട് എന്ന് കരുതി വീണ്ടും വീണ്ടും സാറിനോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും തന്ന് സഹായിച്ചാൽ മതി എന്നങ്ങ് പറയുമ്പോൾ ഗൗതമിന് ആ പറഞ്ഞ കാര്യം അങ്ങ് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം ഒരു ചെക്ക് ബുക്ക് എടുത്ത് അതിൽ ഒപ്പിട്ടിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ നിധി അത് നോക്കുന്ന സമയത്ത് അതിൽ ഒരു തുക പോലും എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിധി പറയും, സാർ ഇതിൽ ഒരു തുക പോലും എഴുതിയിട്ടില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ ആ കമ്പ്യൂട്ടർ ലാബ് തുടങ്ങാൻ എത്രയാണോ പൈസ വരുന്നത് വെച്ചാൽ അതങ്ങ് എഴുതിയെടുത്തോളൂ. എന്നിട്ട് അക്കൗണ്ട് സെക്ഷനിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. അത് സാറേ, അതെ, ഇത് ഈശ്വരമംഗലത്തേരുടെ ഒരു സ്കൂളിൻ്റെ സേവനമായിട്ട് അങ്ങ് കരുതിയാൽ മതി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ശിവാനിയും കൂടി ജോലി ചെയ്യുന്ന സ്കൂളല്ലേ, അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ചെറിയ ഉപഹാരം ചെയ്യാൻ പറ്റി എന്നങ്ങ് കരുതിയാൽ മതി എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ ആ ഒരു നല്ല മനസ്സ് കാണുമ്പോൾ നിധിക്ക് വല്ലാതെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നൊക്കെയുണ്ട്. അമ്മയോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാറിനോട് എല്ലാ സത്യവും ഞാൻ പറഞ്ഞേനെ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ സ്വയം പറയാൻ കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുക, എന്താ നിധി ആലോചിക്കുന്നത്? ഒന്നുമില്ല സാറേ എന്നങ്ങ് പറയട്ടോ. അല്ല, നിനക്ക് ശിവാനിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശിവാനി നിൻ്റെ നല്ല കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത്? അവളെങ്ങനെയാ, ഈശ്വര വിശ്വാസിയൊക്കെ ആണോ? എൻ്റെ വീട്ടുകാരെല്ലാവരും ഈശ്വര വിശ്വാസികളാണ് എന്ന് പറയട്ടോ. അപ്പോൾ നിധി മനസ്സിൽ കരുതിയാണ്, അവൾ ഈശ്വരനെയല്ല, അവൾ ചെകുത്താനെയാണ് വിശ്വസിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മനസ്സിലിങ്ങനെ പറയണം. അപ്പോൾ ഗൗതം വീണ്ടും ചോദിക്കുകയാണ്, എന്താ നിധി ഇനി ഒന്നും പറയാത്ത? അവൾ ഈശ്വരനിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നങ്ങ് പറയട്ടോ. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിൻ്റെ ഫ്രണ്ട് അല്ലേ, അവളുടെ ഡ്രസ്സിങ് രീതിയൊന്നും എനിക്ക് അത്രയങ്ങ് പിടിക്കുന്നില്ല. അവൾ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കുന്ന സമയത്ത് അവളൊരു ചെറിയ കുട്ടിയുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ ഡ്രസ്സിങ് രീതിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, അവളോടൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് അവളോട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവളെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ആട്ടാണ്, ഞാൻ പറഞ്ഞോളാം എന്നുള്ള ആ ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് നിധിയോട് പറയണേ, നിൻ്റെ പോലെ ഒന്ന് ആക്കി തരുമോ ശിവാനിയെ? നിൻ്റെ സ്വഭാവവും നിൻ്റെ പെരുമാറ്റ രീതിയും എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതം നിധിയോട് പറയാണ്. അങ്ങനെ ഞാൻ ഇനി കുറേ നേരം ഇവിടെ ഇരിക്കുന്നില്ല സാറേ, എനിക്കും കുറച്ച് തിരക്കുണ്ട് എന്നങ്ങ് പറയണം. അപ്പോൾ ഗൗതം പറയും, എനിക്കുമുണ്ട്, എന്നാൽ നീ അവിടെ നിൽക്ക്, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിധിയെ അവിടെ നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്ന് മീറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മീറ്റിംഗ് ഉണ്ട്, താഴേക്ക് വരൂ സാറേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം സാറേ, കാരണം സാറിന് ഒരുപാട് തിരക്കൊക്കെ ഉള്ളതല്ലേ എന്നങ്ങ് പറയുമ്പോൾ ഞാനും കൂടി നിൻ്റെ കൂടെ വരാം, എന്താ നിനക്കത് ഇഷ്ടമല്ലേ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി മനസ്സിൽ കരുതാണ്, എനിക്ക് സാർ എൻ്റെ കൂടെ വരുന്നത് കൊണ്ട് ഇഷ്ടം മാത്രമേ ഉള്ളൂ, സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. സാറും എന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളായിരുന്നെങ്കിൽ ഒരിക്കലും ശിവാനി സാറിനെ സ്വന്തമാക്കില്ലായിരുന്നു, ഒരിക്കലും ശിവാനി സാറിൻ്റെ ജീവിതത്തിലേക്ക് വരിക പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സങ്കടപ്പെട്ടിട്ട് തന്നെ നിധി പറയാൻ കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുക, എന്താ നിധി നീ ആലോചിക്കുന്നത് എന്നാണ് ചോദിക്കുക. സാർ എൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നങ്ങ് പറയാം. എനിക്ക് താഴെ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം എന്നങ്ങ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും താഴേക്ക് അങ്ങ് പോവാൻ കേട്ടോ. ആ സമയത്താവും അവിടേക്ക് ശിവാനി വരികയാണ്. ശിവാനി ഒരു ഓട്ടോയിൽ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ശിവാനിയുടെ അമ്മക്ക് വിളിച്ച് പറയണേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, അമ്മ പറഞ്ഞതുപോലെ അമ്മ രോഗിയാണ്, ക്യാൻസർ രോഗിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നാളെയാണ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എടി നീ അങ്ങനെ വല്ലാതെ അങ്ങ് പറയല്ലേ, എന്നെ അങ്ങനെ അസുഖക്കാരിയാക്കല്ലേ, നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ്, ഈ കല്യാണം മുടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഭിനയമൊക്കെ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ കല്യാണം പെട്ടെന്ന് നടക്കും, അതല്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമെങ്കിലും നടക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ എന്തായാലും ഗൗതമിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അമ്മേ. എന്തിനാ? എന്നാൽ നീ പോയിട്ട് അവനുമായിട്ട് കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയട്ടോ. അതല്ല, ഞാൻ അമ്മയുടെ കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്, എന്നിട്ട് കുറച്ച് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയണം, നാളെയാണ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ ഒന്ന് വിശ്വസിപ്പിക്കണം.
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശിവാനി നേരെ ഗൗതമിൻ്റെ ഓഫീസിലേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ഗൗതമിൻ്റെ ഓഫീസ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് വേണമെന്നങ്ങ് പറയുമ്പോൾ ഞാനേ ഗൗതം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്, എന്നോട് അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നോ എന്നങ്ങ് ജാടയോട് കൂടി പറയട്ടെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് സോറി മേഡം, എനിക്കറിയില്ലായിരുന്നു, മുകളിലാണ് ഓഫീസ് റൂം ഉള്ളത്, അവിടേക്ക് പോവാമെന്നങ്ങ് പറയാം. ഞാൻ പോയിക്കോളാം, എനിക്കറിയാം പോവാനെന്നും പറഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ശിവാനി. അപ്പോഴാവും താഴേക്ക് നിധിയും ഗൗതമും കൂടി വരുന്നത്. അങ്ങനെ ഗൗതം നിധിയുടെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് പിരിയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് നിധിയോട്, നീ ഒരു നല്ല ഫ്രണ്ടാണ്, നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ്. അത് എന്താണെന്നറിയോ, നമ്മൾ നല്ലൊരു ഫ്രണ്ട്, എനിക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിന്നെ കണ്ടുമുട്ടിയത് മുതൽ എനിക്കൊരു നല്ല ഫ്രണ്ടിൻ്റെ ആ ഒരു സാമീപ്യം എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിധിയെക്കുറിച്ച് ഗൗതം പറയട്ടോ. അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി പരസ്പരം കണ്ണോട് കണ്ണൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധിക്കാണെങ്കിലോ ഗൗതമിനെ അത്രയ്ക്കധികം ഇഷ്ടവുമായിരിക്കും. പക്ഷേ ശിവാനി കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ഈ ഗൗതം സാറിൻ്റെ ഈ നല്ല മനസ്സിന്. സത്യം എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ എന്നുള്ള ആ കുറ്റബോധമൊക്കെ നിധിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബായ് എന്നൊക്കെ പറഞ്ഞ ശേഷം പിരിയാണ്. അപ്പോഴാവും അവിടേക്ക് ശിവാനി ഇതൊക്കെ കണ്ടുകൊണ്ട് ഒളിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ശിവാനി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ നിധിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക. നീ എന്തിനാടി എൻ്റെ ഗൗതമിനെ കാണാൻ വേണ്ടി വന്ന്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഗൗതമിനെ കാണാൻ വരരുതെന്ന് എന്നും പറഞ്ഞങ്ങ് ചൂടാവാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ എന്തിനാണ് വന്നത് എന്നുള്ളത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നങ്ങ് പറയട്ടോ. നീ ഇവിടെ വാടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി മേലിൽ ഇവിടേക്ക് വരരുത് എന്നുള്ളത്, എൻ്റെ ഗൗതമിനെ തട്ടിയെടുക്കാൻ നോക്കുന്നോടി എന്നങ്ങ് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചിട്ട് ലിഫ്റ്റിനകത്തേക്ക് അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് നീ എൻ്റെ വാക്കുകൾ അനുസരിക്കില്ല അല്ലേ, നീ സത്യം പറയാൻ വേണ്ടി വന്നതല്ലേടി എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയുടെ കവിളത്തേക്ക് ഒന്നങ്ങ് കൊടുക്കാൻ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു അടി എപ്പോഴും ഓർമ്മയിൽ വെച്ചോ, ഇനി മേലിൽ എൻ്റെ ഗൗതമിനെ കാണാൻ വന്നാലുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിലോ ഇത് കിട്ടിയതോടുകൂടി ദേഷ്യം അങ്ങ് കയറുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇന്ന പോടി എന്നങ്ങ് പറഞ്ഞിട്ട് ശിവാനി പറഞ്ഞയക്കുന്ന സമയത്ത് ലിഫ്റ്റ് വീണ്ടും അങ്ങ് നിധി അങ്ങ് ക്ലോസ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നീ എന്നെ അടിച്ചുല്ലേ, ഇതിനുള്ളത് നീ ഓരോ ചോദ്യവും ചോദിച്ചില്ലേ, അതിനുള്ള ഓരോന്നിൻ്റെയും മറുപടി ഞാൻ നിനക്ക് തരാം എന്നങ്ങ് പറഞ്ഞിട്ട്, നീ എന്താ പറഞ്ഞത്, ഗൗതമിനെ തട്ടിയെടുക്കാൻ വേണ്ടി, ഗൗതമിനെ ആരാടി ശരിക്കും തട്ടിയെടുത്തത്, എന്നെ കാണാൻ വേണ്ടി വന്ന ഗൗതം നീ എങ്ങനെയാടി തട്ടിയെടുത്തത്, നീയല്ലേടി അപ്പോൾ തട്ടിയെടുത്തത് എന്നങ്ങ് പറഞ്ഞിട്ട് ഒന്നങ്ങ് കവളത്തേക്ക് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ നീ എന്നെ അടിച്ചൂലടി, മിണ്ടിപ്പോവരുത്, നീ എന്താ എന്നെ വിളിച്ചത് എടിയെന്നോ, ഞാനേ ചെറുപ്പം മുതലേ നിനക്ക് എന്നോട് ഒരു ബഹുമാനമില്ലായികയാണ്, ഞാൻ നിൻ്റെ യഥാർത്ഥത്തിൽ നിൻ്റെ ചേച്ചിയല്ലേടി, അതുകൊണ്ട് നിനക്ക് ഒന്നുകൂടി ഇരിക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും ശിവാനിയുടെ കവളത്തേക്ക് അടിക്കാൻ കേട്ടോ. എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ച് എടിയെന്നോ, ചേച്ചിയെന്ന് വിളിക്കടി എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും ഒന്നങ്ങ് അടിക്കാൻ കേട്ടോ. അങ്ങനെ തുടരെ തന്നെ ശിവാനിയുടെ രണ്ട് കവളത്തേക്കും അങ്ങ് നിധി അടിച്ചങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. ഇനി ഗൗതമിൻ്റെ പേര് പറഞ്ഞ് നീ എന്നെ എങ്ങാനും ഭരിക്കാൻ വന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞുതരാം, നിൻ്റെ കല്യാണം മുടക്കാനൊന്നും ഞാൻ നോക്കില്ല, ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഗൗതം സാറിനോട് ഒരു സത്യവും ഞാൻ പറയുകയുമില്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി മേലിൽ എന്നോട് അപമര്യാദമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീയാണടി യഥാർത്ഥത്തിൽ എല്ലാവരെയും പറ്റിക്കുന്നത് എന്നും പറഞ്ഞിട്ട് വീണ്ടും ഏതായാലും നീ എന്നെ ഭരിക്കാൻ വേണ്ടി വന്നതല്ലേ, ഇനിയിപ്പോൾ ഈ ഒരു അടിയും കൂടി അടിച്ച ശേഷം മതി നീ ഗൗതം സാറിനെ കാണാൻ പോലെ, ഇപ്പോൾ ഗൗതം സാറിനെ കാണാൻ വേണ്ടി വന്നതല്ല, ഈ ഒരു പരുവത്തിലേ നീ ഗൗതം സാറിനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ നിൻ്റെ കവള ഇങ്ങനെ ചോന്നിരിക്കുന്നത് എന്ന് ചോദിക്കും, അപ്പം നീ അടിച്ചതാണെന്ന് ഞാൻ ഗൗതം സാറിനോട് പറയും എന്നങ്ങ് ശിവാനി പറയുമ്പോൾ ആണോ എങ്കിൽ എന്തിനാണ് അടിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാ സത്യവും ഞാൻ അങ്ങ് പറയും, അത് വേണോടി എന്നങ്ങ് ചോദിക്കാണ്ട് ആ ഒരു ചോദ്യം നിധി ചോദിച്ചതോടുകൂടി ശിവാനി അതങ്ങ് പേടിക്കുകയാണ്. ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ ഗൗതമിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നാൽ നല്ല കുട്ടിയായിട്ടേ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകാൻ വേണ്ടി നോക്കിക്കൂട് എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയുടെ കയ്യിൽ നിന്നും കണക്കിനങ്ങ് ശിവാനിയുടെ കവളത്തേക്ക് തലങ്ങും വിലങ്ങും അങ്ങ് കിട്ടിയ ശേഷം ചേച്ചി എന്നൊക്കെ
വിളിച്ചുകൊണ്ട് തന്നെ സോറി പറഞ്ഞ ശേഷം ശിവാനി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. എന്നിട്ട് നേരെ ചെല്ലുന്നത് ശിവാനിയുടെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് കുറേ അങ്ങ് എരിപിരി കയറ്റിയിട്ട് അങ്ങ് പറയാൻ കേട്ടോ. ഗൗതമിനെ കാണാൻ വേണ്ടി ഓഫീസിൽ ചെന്ന സമയത്ത് അവിടെ നിധി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവളോട് എൻ്റെ ഗൗതമിനെ തട്ടിയെടുക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞതിന് അവൾ എന്നെ അമ്മയെ ഒരുപാട് തല്ലി, എൻ്റെ കവള് കണ്ടില്ലേ ചുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എരിപിരി കയറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോഴാവും അവിടേക്ക് നിധി അങ്ങ് വരികയാണ്. നിധിയും ശിവാനിയുടെ അച്ഛനും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അടി കിട്ടിയതോടുകൂടി ശിവാനിയും കൂട്ടിയിട്ട് ശിവാനിയുടെ അമ്മ നേരെ നിധിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കണ്ടില്ലേ എൻ്റെ മോളെ നിൻ്റെ മകൾ അടിച്ചു വെച്ചിരിക്കുന്നത്, അവൾക്ക് ഗൗതമിനെ കിട്ടാത്ത ദേഷ്യം തീർത്തതാണ്. എൻ്റെ മകൾ അങ്ങനത്തെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഗൗതമിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത്. എൻ്റെ മകൾ അങ്ങനെ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് എൻ്റെ മകൾ എന്തായാലും പാലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താവും അവിടേക്ക് നിധിയും നിധിയുടെ അമ്മാവനും കൂടി കയറി വരികയാണ്. അങ്ങനെ നിധിയെ കണ്ടതോടുകൂടി ശിവാനിയുടെ അമ്മ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യം പിടിച്ച്, നീ എൻ്റെ മോളെ അടിച്ചില്ലടി, നിനക്ക് ഞാൻ അതിനെ തന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ മോളെ അടിച്ച നിൻ്റെ കവളും ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്നങ്ങ് പറയുമ്പോൾ നിങ്ങളുടെ മോൾ എന്തിനാണ് അടിച്ചത് എന്നുള്ളതൊക്കെ ശരിക്കും ഞാൻ വിശദമായിട്ട് തന്നെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ട്. നീ അച്ഛനോട് ഇല്ലാത്ത കാര്യമാവും പറഞ്ഞിട്ടുള്ളത് എന്നങ്ങ് എനിക്കങ്ങനെ ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഉള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നീയല്ലേ എന്നെ ആദ്യം അടിച്ചത് എന്നങ്ങ് പറയൂട്ടോ. അപ്പോൾ എൻ്റെ മകൾ നിന്നെ അടിച്ചു എന്ന് കരുതിയിട്ട് നീ അവളെ ഇങ്ങനെയാണോ അടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അടിച്ചാൽ നീ എന്നെ തിരിച്ചടിക്കുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്നെ വെറുതെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. അപ്പോൾ ശിവാനി പറയും, അമ്മയോട് പറയുന്നത് കണ്ടില്ലേ, അവൾ അമ്മേനെ അടിക്കുമെന്നല്ലേ പറയുന്നത്, നീ എന്നെ അടിക്കുമെടി, അത്രക്കായോ എന്നങ്ങ് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ശിവാനിയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ നിധി പറയും, നിൻ്റെ അമ്മയെ ഞാൻ അടിക്കില്ല, അമ്മായിയെ ഞാൻ അടിക്കില്ല, പക്ഷേ അമ്മായി എന്നെ അടിച്ചാൽ അതിൽ എത്രയും വേഗത്തിൽ തന്നെ പലിശ സഹിതം നിന്നെയും ഞാൻ അടിച്ച് ഒരു പരുവമാക്കും. നേരത്തെ കിട്ടിയ അടിയുടെ ചൂട് നിനക്ക് അറിയുന്നതല്ലേ എന്നങ്ങ് പറയട്ടു. അത്രയ്ക്ക് ധൈര്യമോ? എൻ്റെ മോളെ നീ എൻ്റെ കൺമുന്നിൽ വെച്ച് അടിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്നങ്ങ് പറഞ്ഞിട്ട് കൈ അങ്ങ് ഓങ്ങാണ് കേട്ടോ. അപ്പോഴാവും ശിവാനി അങ്ങ് പറയും, വേണ്ട അമ്മേ, അടിക്കണ്ട എന്നങ്ങ് പറയട്ടോ പേടിച്ചിട്ട്. അങ്ങനെ അമ്മായി എന്താ അടിക്കുന്നില്ലേ, എന്നെ അടിച്ചോ അമ്മായി എന്നങ്ങ് പറയൂട്ടോ നിധി. അങ്ങനെ ശിവാനിയുടെ നിർബന്ധത്തിന് നിധിയെ അടിക്കാതെ അങ്ങ് മിണ്ടാതെ അവിടെ നിൽക്കാൻ കേട്ടോ. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ശിവാനിയുടെ അമ്മയ്ക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ വിവാഹം നടക്കണം, അല്ലെങ്കിൽ ഒരു നിശ്ചയമെങ്കിലും നടക്കണം എന്നൊക്കെ അങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേ അവർക്ക് പൈസയുള്ള ആളുകളുമായി കല്യാണം ആലോചിച്ച സമയത്ത് പെട്ടെന്ന് കല്യാണം മുടങ്ങിപ്പോകുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്നൊരു നിശ്ചയം കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ നിശ്ചയം നടക്കാൻ വേണ്ടി എല്ലാ തീരുമാനവും നടക്കുകയാണ്. അങ്ങനെ നിശ്ചയം നടക്കും കേട്ടോ. ഗൗതവും ശിവാനിയും തമ്മിലുള്ള ആ ഒരു നിശ്ചയം നടക്കും. ആ സമയത്തൊക്കെ നിധിക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടം ഉണ്ടാവും. ഗൗതം സാറിനെ പറ്റിക്കുകയാണല്ലോ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നുള്ള ആ ഒരു കുറ്റബോധം മനസ്സിലൊതുക്കിയിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ അവരുടെ നിശ്ചയത്തിൻ്റെ ആ ഒരു ചടങ്ങൊക്കെ നടക്കുമല്ലോ. ആ സമയത്തൊക്കെ ശിവാനി വല്ലാതെ അങ്ങ് മോശമായിട്ട് തന്നെയാണ് നിധിയോട് പെരുമാറുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.